ഇപ്പോൾ ഒരു വിവാദം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഹക്കീം അസീരി ഉസ്താദ് പറഞ്ഞപ്പം അതിനെ ട്രോളി ഒരുപാട് ആൾക്കാരുണ്ട്. KC മുഖ്യമന്ത്രിയാകണമെന്നാണ് ആ വിഭാഗത്തിന്റെ അഭിപ്രായം എന്നും പറഞ്ഞിട്ട് ട്രോളിയവരുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഹഡിയ പോസ്റ്റ് കാണാം. ഇതൊരു മുജാഹിദ് പ്രവർത്തകന്റെ പോസ്റ്റാണ്. ഒരു വഹാബിയാണ് ആള്. കുത്തിത്തിരിപ്പാണ് ഇവരുണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്നാൽ ആരാണ് കുത്തിത്തിരിപ്പ് എന്നുള്ളത്, ഭൂലോക കുത്തിത്തിരിപ്പന്മാരും ഷിർക്കിന്റെ വക്താക്കളും ആരാന്നുള്ളത് ഇവരെ വീഡിയോ തന്നെ കണ്ടോക്കി. ഒരു സമൂഹത്തെ 100 കൊല്ലം പ്രബോധനം നടത്തിയ ഒരു സമൂഹത്തെ ഷിർക്കിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇപ്പൊ ഞാൻ തൗബ ചെയ്ത് കണ്ടിട്ട് കാര്യമില്ല. ഈ സംഭവം നടന്നാൽ എന്ത് സംഭവിക്കുന്നു മനസ്സിലായി. ചോടാൻ വേണ്ടി ഇതാ പോകുന്നു. ലെറ്റർ വരുന്നു, പുതിയ കണ്ടീഷൻ വരുന്നു. സ്വന്തം ലെറ്റർ ഹെഡിന് വില കൽപ്പിക്കാത്ത സെക്രട്ടറി, സ്വന്തം ലെറ്റർ ഹെഡിന് ഒരു വില കൽപ്പിക്കാത്ത സെക്രട്ടറി ജിമ്മിനോട് സഹായം തേടുന്നത് ഷിർക്കല്ല എന്ന വാദം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നാട്ടുകാരോട് പറയാൻ വയ്യ. ജിന്നിന്റെ പേരിൽ അറിയപ്പെടാൻ നിങ്ങൾക്ക് വയ്യ. നാട്ടുകാരോട് പറയാൻ വയ്യാത്ത അവസ്ഥയിലായി. മക്കളെ പോണ്ട. സൂറത്ത് അന്നാമോദും വിശദീകരണം ചോദിക്കും. കുറ്റിക്കാട്ടിലെ ജിന്നിന്റെ ചോദിക്കും. പുഴയിലെ മുങ്ങിച്ചാവിലെ ജിന്നിന്റെ ചോദിക്കും. ജിന്നിന്റെ വാളുകൾ പ്രചരിപ്പിച്ച് പാവപ്പെട്ട മനുഷ്യന്മാരുടെ അവർ ജിന്നിലേക്ക് ക്ഷണിച്ചു നിർത്തിയ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത് തമാശയല്ല. മറ്റൊരു വിഷയം, ഇതേ വിഷയം എന്താണ് സംഗതി എന്നറിയാതെ, എന്താണ് കാര്യം എന്നറിയാതെ ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ചെറുപ്പക്കാരനൊരു വീഡിയോ. KCക്ക് പിന്തുണയുമായി കാന്തപുരം വിഭാഗം ഹൈക്കമാൻഡിന് കത്തയച്ചു. അല്ല മൂലക്കന്മാരെ, എനിക്ക് അറിയാത്തോടെ ചോദിക്കുകയാണ്, നിങ്ങൾ ദീനി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇറങ്ങിയിട്ടുള്ളത്? അതല്ല, നിങ്ങളെ മറ്റേ രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാരെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്? ആണോ? ഇവിടെ എല്ലാവരും വന്നാണ് ഇവിടെ VD സതീശൻ ഇവിടെ CM ആവണമെന്ന് ഇവിടെ പറയുമ്പോൾ ഇവരെ കുറച്ച് മൂലക്കന്മാർ ഇവിടെ ഇറങ്ങി ഇവിടെ വന്നിട്ട് ഹൈക്കമാൻഡിന് വെക്കാണ്ട് കത്തയച്ചാണ്. ഹൈക്കമാൻഡിന് ഏത് ഹൈക്കമാൻഡിന് ഇവിടെ കത്തയച്ചാലും തന്നെ ശരി, ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് ജനങ്ങൾക്ക് ഇവിടെ വേണ്ടത്. എന്നാൽ യഥാർത്ഥം എന്താണ്? ഞാൻ എന്തായാലും കഴിയുന്ന കാര്യം ഉറപ്പാണ്. പിന്നെ പാർട്ടിക്ക് അവരെ കേന്ദ്രത്തിൽ ആവശ്യമുണ്ടോ, ഇവിടെയാണോ നല്ലത്, അതൊന്നും നമ്മളെ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് പറഞ്ഞത് തന്നെ എന്താ, ഇതിന് നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പിന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് യോഗ്യനാണ്. അല്ലാതെ KC മുഖ്യമന്ത്രി ആകട്ടെ, അതാണ് ഞങ്ങളുടെ അഭിപ്രായം, ആഗ്രഹം എന്നൊന്നും ഉസ്താദ് പറഞ്ഞില്ല. പിന്നെ മുമ്പ് AK ആന്റണിയുടെ കാലത്ത് ഇങ്ങനെ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്. അതുപോലെ KCയെ ആക്കിയാൽ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട് ഇതൊക്കെ അവരുടെ തീരുമാനമാണ് എന്ന്. ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ട് പോലും KC മുഖ്യമന്ത്രിയാകട്ടെ എന്ന് കാന്തപുരം ഗ്രൂപ്പ് പറഞ്ഞു എന്ന ഒരു കുത്തിത്തിരിപ്പൻ വാർത്ത അത് ഏറ്റുപിടിച്ചുകൊണ്ട് കുറെ ആളുകൾ ട്രോളാനും പരിഹസിക്കാനും കുത്തിപ്പറയാനും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക.